എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കറുത്ത പഴമുണ്ടല്ലോ, അങ്ങനത്തെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടോ നന്നായിട്ട് ഉടച്ചെടുക്കാം. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് അടിക്കരുത്. മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പേസ്റ്റ് പോലെ ആയിപ്പോവും. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം. ഞാനിതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. വല്ലാതെ അങ്ങ് ഉടച്ചിട്ടില്ല, കുറച്ച് കഷ്ണങ്ങളൊക്കെ ആയിട്ട് തന്നെ കിടപ്പുണ്ട്. നമ്മൾ സ്നാക്സ് തയ്യാറാക്കുമ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാര പൊടിച്ചപ്പോൾ അതിലേക്ക് 2 ഏലക്കയുടെ കുരുവും കൂടെ ചേർത്താണ് പൊടിച്ചത്. അതിന് പകരമായിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ പഞ്ചസാര പൊടിയൊക്കെ നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് പഞ്ചസാരപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ലൂസാവും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനൊന്ന് കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ എള്ളുമൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ സ്നാക്സിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ എള്ളൊക്കെ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയേ. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നുമില്ല കേട്ടോ. ഇത് മാവ് തയ്യാറാക്കിയ ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്കൊരു സ്പൂണിൽ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ മാവ് തയ്യാറാക്കുന്ന സമയത്ത് അധികം അങ്ങ് ലൂസാവാതെ ശ്രദ്ധിക്കണേ. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പൂൺ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ നമുക്ക് ഈ രീതിയിൽ ഒരു സ്നാക്സ് ഒക്കെ തയ്യാറാക്കി എടുക്കാം. ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ട നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ പുറം ഭാഗം നല്ല ക്രിസ്പിയുമാണ്. ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരാം. താങ്ക്